ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആംഗിൾസ് അഥവാ കോണുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കൂ, ഞാൻ രണ്ട് ഫിഗറുകൾ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗർ എന്താണ്? റെക്റ്റാങ്കിൾ അഥവാ ചതുരം അല്ലേ. ഈ ചതുരം നോക്കിക്കേ, ഇതിന് എത്ര മൂലകളുണ്ട്, കോർണറുകളുണ്ട്? 4 കോർണറുകൾ കാണാം അല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 4 കോർണറുകൾ കാണാം. അടുത്തൊരു ഫിഗർ നോക്കിക്കേ, നമ്മൾ 5ാം സ്റ്റാൻഡേർഡിൽ വരച്ചിട്ടുള്ളതാണിതല്ലേ. അപ്പോൾ അതിനും എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട്. 4 കോർണറുകളുണ്ട്. എങ്ങനെയാണ് ഈ 4 കോർണറുകൾ അല്ലെങ്കിൽ 4 മൂലകൾ രൂപം കൊണ്ടത്, ഫോം ചെയ്തത്? ഇവിടെ 2 ലൈനുകൾ കൂട്ടിമുട്ടി അല്ലേ, അല്ലെങ്കിൽ ഇവിടെ 2 ലൈനുകൾ കൂട്ടിമുട്ടി. അപ്പോൾ 2 ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോർണേഴ്സ് കിട്ടി അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ 2 ലൈൻസ് മീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു കോർണർ കിട്ടി. വീണ്ടും 2 ലൈനുകൾ മീറ്റ് ചെയ്തു. ഇവിടെ 2 ലൈനുകൾ മീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് 2 ലൈനുകൾ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോർണറില്ലേ, ആ കോർണറിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ അഥവാ കോണുകൾ. എന്താണ്? ആംഗിൾ അഥവാ കോൺ, മലയാളത്തിൽ കോണെന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ചതുരത്തിനകത്ത്, റെക്റ്റാങ്കിളിനകത്ത് എത്ര ആംഗിൾസ് ഉണ്ട്? ഇനി കോർണർ എന്ന് പറയരുത്, ആംഗിൾ. എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട്, 4 കോണുകളുണ്ട്. അതുപോലെ ഇവിടെ വരച്ച പാരലലോഗ്രാം, അതിനകത്തും എത്ര കോർണറുകളുണ്ട്? എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട് അല്ലേ. 4 കോണുകളുണ്ട്. അപ്പോൾ 2 ലൈനുകൾ മീറ്റ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? കോണുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ കോണിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. 2 ലൈനുകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് ആംഗിൾ അല്ലേ. ഈ നമ്മളിവിടെ വരച്ചതിലെല്ലാം അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം? 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന രൂപത്തിൻ്റെ പേരാണ് കോണെന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ പല വലിപ്പത്തിലുള്ള കോണുകൾ കാണാം. വലിയ കോണുകളും ചെറിയ കോണുകളും ഇടത്തരം കോണുകളും ഒക്കെ കാണാം. ഈ കോണുകൾ, ഈ ആംഗിളുകളെ നമുക്ക് മെഷർ ചെയ്യണ്ടേ, അളന്നെഴുതണ്ടേ. അപ്പോൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് പ്രൊട്രാക്ടർ. കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരുടെയും ജോമെട്രി ബോക്സിൽ ഉണ്ടാകും ഇങ്ങനെ ഒരു സാധനം അല്ലേ. ഇതിൻ്റെ പേരെന്താണ്? പ്രൊട്രാക്ടർ. മലയാളത്തിൽ കോൺ മാവിനി എന്ന് പറയും. ഇനി ഈ പ്രൊട്രാക്ടറിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൊട്രാക്ടറിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ അവിടെ കാണാൻ സാധിക്കും. ഒരു മധ്യഭാഗം അവിടെ കാണാം അല്ലേ. ഈ സെൻറ്ററിൻ്റെ റൈറ്റിലേക്കും വരയുണ്ട്, ലെഫ്റ്റിലേക്കും വരയുണ്ട് അല്ലേ. വലത് ഭാഗത്തേക്കും ഉണ്ട്, ഇടത് ഭാഗത്തേക്കും ഉണ്ട്. അപ്പോൾ വലത് ഭാഗത്തെ വരയിൽ നോക്കുമ്പോൾ 0 മുതൽ റൈറ്റിൽ നിന്ന് 0, 10, 20 അങ്ങനെ മെഷർമെൻറ്റുകൾ എഴുതിയിരിക്കുന്നതാണ്, അളവുകൾ. അതുപോലെ ലെഫ്റ്റിൽ നിന്നും 0, 10, 20 അങ്ങനെ മെഷർമെൻറ്റുകൾ എഴുതിയിരിക്കുന്നത് കാണാം. ഇത് നമുക്ക് നോക്കുമ്പോൾ എന്തായിട്ടാണ് തോന്നുന്നത്? ഇതൊരു സെമി സർക്കിൾ പോലെ, ഒരു അർദ്ധവൃത്തം, ഒരു വൃത്തത്തിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചതുപോലെയല്ലേ തോന്നുന്നത്. അതായത് ഇതിലെ മുഴുവൻ ഡിഗ്രി എന്ന് പറയുന്നതിന് ഡിഗ്രികളെന്നാണ്. ഇതിനകത്തിരിക്കുന്ന മെഷർമെൻറ്റിനെ വിളിക്കുന്നത് എന്താണ്? ഡിഗ്രി എന്നാണ്. 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി അങ്ങനെ ഡിഗ്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് അതിൻ്റെ റൈറ്റിലെ 0യിൽ നിന്നും 10, 20, 30, 40 അങ്ങനെ പോകുന്നുണ്ട് മെഷർമെൻറ്റുകൾ. അതുപോലെ ലെഫ്റ്റിലെ 0യിൽ നിന്നും എന്ത് പോകുന്നുണ്ട്? മെഷർമെൻറ്റുകൾ 0, 10, 20, 30 എന്ന് പറഞ്ഞ് റൈറ്റിലേക്കും പോകുന്നുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഉണ്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ഉണ്ട്. എത്ര വരെയാണ് ഉള്ളത്? 180 വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോണുകൾ അളക്കുന്നത്, അതായത് ആംഗിൾസ് മെഷർ ചെയ്യുന്നത് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി, 40 ഡിഗ്രി കോൺ വരയ്ക്കുക. അപ്പോൾ 40 ഡിഗ്രി കോൺ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കാം. അപ്പോൾ സ്കെയിലെടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ലൈനിന് മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ല, ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? 40 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ 40 ഡിഗ്രി കോൺ നമുക്ക് ഒന്നുകിൽ ഇങ്ങോട്ട് ഏത് സൈഡിൽ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എടുക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എടുത്ത് ഈ ലൈനിൻ്റെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് ഇവിടെയും ഒരു പോയിൻ്റ് ഉണ്ട്. 2 എൻഡ് പോയിൻ്റുകളിൽ അതിൽ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കൊണ്ട് വയ്ക്കുക. അത് നേരെ തന്നെ വെക്കണം. ഈ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടൊക്കെ ലൈൻ പോയിരിക്കുന്നില്ലേ, നമ്മൾ ഈ പോയിൻ്റ് കറക്റ്റ് എൻഡ് പോയിന്റിൽ വെച്ചതിന് ശേഷം പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ, ഇപ്പോൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ A എന്നും B എന്നും ഞാൻ വെറുതെ പേര് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് പേരൊന്നും കൊടുക്കണ്ട. ഈ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വയ്ക്കുക. A എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ആ ലൈനിൽ കറക്റ്റ് ലെവലായിട്ട് വരുന്ന പോലെ ഈ പ്രൊട്രാക്ടറിൻ്റെ ലൈൻ 0യിലേക്ക് പോയിരിക്കുന്ന ലൈനും നമ്മൾ വരച്ച ലൈനും കൂടി ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. നമുക്ക് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തേണ്ടേ? 40 ഡിഗ്രി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ലൈൻ പോയിരിക്കുന്നത്. നമ്മൾ വരച്ച ലൈൻ എന്താണ്?
റൈറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ റൈറ്റിലെ 0 മുതലാണ് മെഷർ ചെയ്യേണ്ടത്. 0, 10, 20, 30, 40. 40ക്ക് നേരെ ഒരു മാർക്കിങ് കാണാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുത്തു കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ആ പോയിൻറ്റും ഇവിടവുമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ എന്ത് കിട്ടി, 40 ഡിഗ്രി. ഇപ്പോൾ ഇവിടെ കിട്ടിയ മെഷർമെൻറ്റ് എത്രയാണ്, 40 ഡിഗ്രി അല്ലേ. ഇനി വേറൊരു രീതിയിൽ നമുക്ക്, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ആംഗിൾ വരച്ചത്, ഇനി നമുക്ക് റൈറ്റ് സൈഡിലും ആംഗിൾ വരയ്ക്കാമല്ലോ. എങ്ങനെ വരയ്ക്കുന്നത്, ആദ്യം വരച്ചതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. നേരത്തെ നമ്മൾ ഇവിടെയല്ലേ, ഇവിടെ എ ബി എന്ന് എഴുതിയിരുന്ന സ്ഥലത്ത് എയിലല്ലേ ഞാൻ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ചത്. ഇനി എവിടെ കൊണ്ട് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കണം, ബിയിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ബിയിലാണ് വെച്ചിരിക്കുന്നത്. ലെവൽ പിടിച്ച് വയ്ക്കുക. ലൈനിൽ നേരെ ഈ ലെഫ്റ്റിലേക്ക് പോയിരിക്കുന്ന 0യുടെ ലൈൻ കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ നേരെ പിടിച്ച് വെച്ചതിന് ശേഷം ലെഫ്റ്റിലത്തെ 0യിൽ നിന്ന് എണ്ണി തുടങ്ങുക. 0, 10, 20, 30, 40. 40ക്ക് നേരെ മാർക്കിങ് കൊടുക്കുക. ദെൻ അതും ബിയുമായിട്ട് എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, 40 ഡിഗ്രി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആംഗിൾ നമ്മൾ വരയ്ക്കുന്നത്. ഇനി അടുത്ത 2 ആംഗിൾ 45 ഡിഗ്രി, 52 ഡിഗ്രി എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതെന്ത് ചെയ്യുക, ആദ്യമായിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 45 ഡിഗ്രിയാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് വരയ്ക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എടുക്കുക. ഞാൻ എന്താ ഇവിടെ എടുക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ വരച്ച ലൈനുമായിട്ട് ആ 0യിലേക്ക് പോയിരിക്കുന്ന ലൈൻ നേരെ പിടിച്ച് വയ്ക്കുക. 0യിൽ നിന്ന് എണ്ണി തുടങ്ങുക. 10, 20, 30, 40 എത്തി. നമുക്ക് വേണ്ടത് 45 ആണ്. അപ്പോൾ 40 കഴിഞ്ഞിട്ട് ചെറിയ വരകളുണ്ട് ഇതിനകത്ത്. ആ ചെറിയ വരകളെ നമ്മൾ 1, 2, 3 എണ്ണി തുടങ്ങുക. അപ്പോൾ 40 കഴിഞ്ഞ് കാണുന്ന ആദ്യത്തെ ചെറിയ വര എന്താണ്, 41 ആണ്. അടുത്തത് 42, 43, 44, 45. കണ്ടോ, 40 കഴിഞ്ഞുള്ള വരകളെ എണ്ണി തുടങ്ങുക. 45 ചേർത്ത് വരയ്ക്കുക. നമുക്ക് 45 കിട്ടി. ഇനി 52 ആണ് വരയ്ക്കേണ്ടത്. അതിനും ഇതുപോലെ ലൈൻ വരയ്ക്കുക. പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എടുക്കുക. ഒരു ലൈനിൻ്റെ ഒരു എൻഡിൽ കൊണ്ട് വയ്ക്കുക. സെൻറ്റർ നേരെ പിടിച്ച് വെച്ചതിന് ശേഷം 0യിലേക്ക് പോയിരിക്കുന്ന ലൈൻ നേരെ പിടിക്കുക. ദെൻ 52 അല്ലേ. അപ്പോൾ 0, 10, 20, 30, 40, 50. 50 കഴിഞ്ഞിട്ട് ചെറിയ വര 51. അടുത്ത ചെറിയ വര 52. ഓക്കെ, എന്നിട്ട് വരയ്ക്കുക 52. ഇങ്ങനെയാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നത്, ആംഗിൾ വരച്ച് മാർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ, മെഷർ ദ ഗിവൺ ആംഗിൾസ്. തന്നിരിക്കുന്ന കോണുകൾ അളന്നെഴുതുക. കോണുകൾ അളന്നെഴുതാനായിട്ട് നമുക്ക് പഠിക്കാം. എന്ത് ചെയ്യുക, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ നോക്കുക. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ ആംഗിൾ വരുന്ന കോർണർ എവിടെയാണോ, ആംഗിളിൻ്റെ കോർണർ എവിടെയാണോ അവിടെ ആയിരിക്കണം ഇതിൻ്റെ സെൻറ്റർ കൊണ്ട് വെക്കേണ്ടത്. അപ്പോൾ ആ കോർണറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ കൊണ്ടുവന്ന് വെച്ചു. 0യിലേക്ക് പോകുന്ന ലൈനൊക്കെ നേരെ പിടിച്ച് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഈ 0യിൽ നിന്ന് നമ്മൾ എണ്ണി തുടങ്ങണം. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് ഈ പോയിരിക്കുന്ന ആംഗിളില്ലേ, ഇങ്ങനെ ഇത് ഞാൻ നീട്ടി വരച്ചേക്കാം. ഇങ്ങനെ പോയിരിക്കുന്ന ലൈനില്ലേ, ആ ലൈനിലേക്ക് നമ്മുടെ ഈ മാർക്കിങ് വരണം അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ സെൻറ്റർ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, നമ്മുടെ കോർണറിലേക്ക്, ആംഗിളിൻ്റെ കോർണറിലേക്ക് വെക്കുക. ലൈനൊക്കെ നേരെ പിടിച്ച് വെച്ചതിന് ശേഷം, ഇപ്പോൾ ഇത് റൈറ്റിലെ 0 തൊട്ടാണ്, ഇങ്ങോട്ടാണ് ലൈൻ പോയിരിക്കുന്നത്. അപ്പോൾ റൈറ്റിലെ 0 തൊട്ട് എണ്ണി തുടങ്ങുക. 20, 30, 40, 50. 50 കഴിഞ്ഞ് അടുത്തൊരു ലൈൻ 51ലേക്കാണ് ഈ വര വന്ന് മുട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 51 ഡിഗ്രി. ഓക്കെ, ഇനി അതുപോലെ ഇവിടെയും എന്ത് ചെയ്യുക, സെൻറ്റർ എടുത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ആംഗിളിൻ്റെ കോർണർ വരുന്നത് എവിടെയാണോ അവിടെ കൊണ്ട് വയ്ക്കുക അല്ലേ. നേരെ പിടിച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടുത്തെ ലൈൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, ലെഫ്റ്റിലേക്കാണ് ഈ ലൈൻ പോയിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലെ 0യിൽ നിന്ന് എണ്ണി വരിക. 20, 30, 40. ഇവിടെ വരുമ്പോഴും ഇവിടെയും എന്ത് തന്നെയാണ്, 50. അടുത്ത 50 കഴിഞ്ഞ് 51ലാണ് ഈ ലൈൻ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതും എത്ര ഡിഗ്രി തന്നെയാണ്, 51 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ഫിഗർ നോക്കാനായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ച് വെച്ച് നോക്കാം. അപ്പോൾ ഫിഗർ തിരിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്ത് ചെയ്യുക, ഇതിൽ സെൻറ്റർ എടുത്ത് കോർണറിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇതുപോലെ കോർണറിലേക്ക് കൊണ്ടുവച്ചു. നേരെ പിടിച്ച് വയ്ക്കുക, ലെവൽ ചെയ്യുക. 0യിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടാണ് ലൈൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 0യിൽ നിന്ന് മാർക്ക് ചെയ്ത് വരുമ്പോൾ 0, 70, 80, 90, 100. 100 കഴിഞ്ഞ് 105, 6, 7. 107. ഇവിടെ ഇപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 107 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ഫിഗറിലെ മെഷർമെൻറ്റ് ചെയ്ത് നോക്കാം. കോർണർ ഇവിടെയാണ് വരുന്നത്. അവിടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കൊണ്ട് വയ്ക്കുക. സെൻറ്റർ വെച്ചതിന് ശേഷം ഇവിടുത്തെ 0 ആണ്. അപ്പോൾ 0, 10, 20, 30 അങ്ങനെ വന്ന് എവിടേക്ക് വരണം, 120 അല്ലേ. 120 120 എത്തിയില്ല, 119 ആണ്. അപ്പോൾ
ടെക്സ്റ്റ് ബുക്ക് കൈ കിട്ടുമ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റിനുള്ളിൽ ഇതുപോലെ ഫിഗറുകളുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഫിഗറുകൾ വരച്ച് മെഷർ ചെയ്ത് നോക്കാനും അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ആ ടെക്സ്റ്റിനകത്ത് ഇതുപോലെ ഫിഗറുകൾ തന്നിട്ടുണ്ട്, അളന്ന് നോക്കാനും വരയ്ക്കാനും ഒക്കെ വരയ്ക്കുക. അല്ലാത്തവരെന്താ ചെയ്യേണ്ടത്? ഇതുപോലെ കോണുകളൊക്കെ വരച്ച് പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യുക? അളന്നൊക്കെ നോക്കുക.